നമ്മൾക്ക് കാണാം വളരെയധികം വിദ്യാർത്ഥികൾ, കുറെ അധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഈ ഭാഗത്ത് തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഇവരെ തന്നെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്ന ഒരു ഘട്ടമാണുള്ളത്. അപ്പോഴാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കൂടി പറഞ്ഞു ഒരുമാതിരി വർത്തമാനം ഒന്ന് പറഞ്ഞു. ഒന്നല്ല 5 അല്ല 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെ മൊഴിയെടുത്ത് സെപ്പറേറ്റ് എഫ്ഐആർ ഇടും. സെപ്പറേറ്റ് എഫ്ഐആർ ഉണ്ട്. ആ സെപ്പറേറ്റ് എഫ്ഐആർ ഈ പറഞ്ഞ നിങ്ങളെ പണിയാണ്, ഒരു സാധാ പണി. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം. ബാക്കി പറ, അത് ഇങ്ങോട്ട് പറ. നമുക്കറിയാം ആ വിക്ടിമിന്റെ മൊഴിയെടുത്ത് സെപ്പറേറ്റ് എഫ്ഐആർ ഇടും. അതാണ് തീരുമാനം. 2 പ്രാവശ്യം ഒരേ സാധനം പറഞ്ഞ 2 സാധനമല്ല. പരാതിക്കാരിയുടെ വീഡിയോ എടുത്തതിന് നടപടി എടുക്കണം. അദ്ദേഹം മാപ്പ് പറയണം. പരാതിക്കാരിയോട് മാപ്പ് പറയണം. പരാതിക്കാരിയോട് മാപ്പ് പറയണം. രണ്ടുപേരുണ്ട് സാറ്, ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്. സംസാരിക്കാനാണ് ഇപ്പൊ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. എല്ലാവരും കേൾക്കും. നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം മനസ്സിലായി. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പ്രശ്നവും നിങ്ങളുടെ പരാതിയും ഞാൻ ശാന്തമായിട്ട് കേട്ടു. അതിൻ്റെ എല്ലാ വശങ്ങളും കേട്ടു. അതിന് നടപടി ഉണ്ടാകും. ആ കുട്ടി പറഞ്ഞതുപോലെയുള്ള എല്ലാ നടപടികളും ഞാൻ ഉറപ്പുവരുന്നു. എല്ലാ നടപടികളും ഇവിടെ ചർച്ച ചെയ്ത എല്ലാ പ്രശ്നത്തിൻ്റെയും നിയമാനുസൃതമായ എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുന്നു. ബാക്കിയുള്ളവർ പിടിയും പോകും. പോലീസ് സ്റ്റേഷൻ സംബന്ധമായ ഇവിടെ എല്ലാം CCTV ക്യാമറയുണ്ട്. പോലീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒഫീഷ്യൽ ഫോണാണ് ഫോട്ടോ എടുത്തേക്കുന്നത്. അതെ, പേഴ്സണൽ ഫോട്ടോ അല്ല. അല്ല Thank you.